യേശു കനലിൽ ചുട്ട അപ്പവും മീനുമായി കാത്തുനിന്നു. എന്തിനാണെന്നറിയാവോ? തന്നെ തള്ളിപ്പറഞ്ഞ ഒരാൾ കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നാവിൽ വെച്ചു കൊടുക്കാനാണ്. പലപ്പോഴും അടിയും പിടിയും ബഹളവുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രതികാരദാഹിയായിട്ട് നമ്മുടെ ജീവിതത്തെ ശിക്ഷിക്കാൻ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെയൊക്കെ മനസ്സ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനിയും എത്ര കാലം ഈ ധാരണയും കൊണ്ടു നടക്കും? ഇന്നത് മാറണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് കണക്ക് തീർക്കാനല്ല അവിടെ നിന്ന് നിൽക്കുന്നത്, കണക്കുകൾ മായ്ച്ചു കളയാനാണ്. ജീവിതത്തിനകത്ത് ദൈവ പൈതലേ, ഇന്ന് പുതിയൊരു തുടക്കമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. തളർന്നു കയറി വരുന്ന നിന്റെ ജീവിതത്തിന് ഈ ഘട്ടത്തിൽ ഏറ്റവും നല്ലതൊരുക്കി വെക്കുക എന്ന ഉത്തരവാദിത്വം കർത്താവ് മറ്റാരെയും ഏൽപ്പിക്കുന്നില്ല. യേശു തന്നെ അത് നേരിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാൻ ദൂത് ഒരിക്കൽ കൂടെ പറയട്ടെ, തളർന്നു കയറി വരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇന്നത്തെ ദിവസം മറ്റാരെയുമല്ല യേശു ഏൽപ്പിക്കുന്നത്. അവിടുന്ന് തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. സന്തോഷത്തോടെ നമുക്കിന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ വിടുതലുകളെ കാണാൻ കേട്ടോ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുന്നവരും കേൾക്കുന്നവരും അതിനകത്തുള്ളവരുമെല്ലാം കണ്ണ് നിറഞ്ഞു മാത്രം, പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കത്തക്ക നിലയിൽ ഹൃദയബന്ധങ്ങളുടെ വലിയ വളർച്ച അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗങ്ങളുടെ സമ്മിശ്ര ശേഖരമാണത്. യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശേഷം പിന്നെയും താൻ പഴയ പടകിലും വലയുമൊക്കെയായിട്ട് മീൻ പിടിക്കാൻ പോയി. യേശു പത്രോസിനെ കണ്ട ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെയാണ് അദ്ദേഹം പഴയ വടകും വലയുമൊക്കെയായിട്ട് പോകുന്നത്. ഒത്തിരി അധ്വാനിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല. ചുരുക്കത്തിൽ 3 വട്ടം തള്ളിപ്പറഞ്ഞ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നവൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യേശുവിനെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ അതേ അവസ്ഥയിലാണ്. ഇടഭാഗങ്ങളിൽ എവിടെയോ മിസ്സായി പോയ ഒരു ദൈവിക ബന്ധത്തിൻ്റെ കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവകൃപയുടെ പേരിൽ ഒരുപാട് വലയുന്നവരെ ഇന്ന് ഞാൻ കാണുന്നുണ്ട്. ഈ ദൂതിൻ്റെ നടുവിൽ ഒത്തിരി പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നവർ, ഒരുപാട് ദൈവത്തോട് സ്നേഹം ഉണ്ടായിരുന്നവർ, യേശു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന ആത്മദാഹം ഉള്ളിൽ അലതല്ലി വരത്തക്ക നിലയിൽ കർത്താവിനെ മറ്റേതൊരു മനുഷ്യബന്ധത്തെക്കാളും ഉപരിയായി വലുതായി കണ്ടിരുന്ന കുറച്ച് പേർ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്. പക്ഷെ എന്തു പറ്റി? എവിടെയോ ഒരു നഷ്ടം. അതെങ്ങനെ എപ്പോൾ വന്നു എന്നൊന്നും അറിയില്ല. ആ ഒരു സംഭവത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ കർത്താവിനോട് പിന്നെ അടുത്ത് ചെല്ലാനൊരു ജാള്യത ഉള്ളിൽ വന്നതിനെ തുടർന്ന് പിന്നെയും നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോഴും പാർക്കുന്ന ഒരു സ്റ്റേജിൽ കർത്താവ് നിങ്ങളെ കാണിച്ചു തരുന്നു. പക്ഷേ എനിക്കിന്ന് ഈ ദൂതിൽ പറയാനുള്ള പ്രധാന കാര്യം, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് യേശു കടന്നു വരുന്നു എന്ന ദൈവിക ദൂതാണ്. കർത്താവിൻ്റെ മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ വാക്കുകളെ നെഞ്ചുലയാതെ കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഏറെ കൈവിട്ടു പോയ നിന്നെ തേടി, ഏറെ നഷ്ടപ്പെട്ട നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പിന്നെയും നിറച്ചു തരാൻ വേണ്ടി കർത്താവ് ഒരിക്കൽ കൂടെ കടന്നു വരികയാണ്. ഒരിക്കൽ കൂടെ യേശു കടന്നു വരുന്നു. ഒരിക്കൽ കൂടി ഒരു നിറവ് നിനക്ക് സംഭവിപ്പാൻ പോകുന്നു. ഒരിക്കൽ കൂടെ ദൈവം നിന്നെ മടക്കി വരുത്താൻ പോകുന്നു. തള്ളിപ്പറയപ്പെട്ട നിൻ്റെ നാവിൽ കർത്താവ് വിളമ്പുന്ന രുചി ദൈവം വെച്ച് തരാൻ പോകുന്നു. എൻ്റെ കർത്താവ് എപ്പോഴും താൻ സ്നേഹിക്കുന്നവരെ തിരികെ പിടിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നൽകി തന്നെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അഭിലാഷിക്കുന്ന ചിലത് നിങ്ങളുടെ നാവിന്മേൽ വെച്ച് തന്നുകൊണ്ട്, നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് തന്നുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ അനുവദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടെ നിങ്ങളെ തൻ്റേതാക്കി തീർക്കുന്ന ആ സന്തുഷ്ട നിമിഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള നിങ്ങളുടെ സങ്കടത്തെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം വെച്ച് ഞാൻ തീർപ്പാക്കാൻ തുടങ്ങുമ്പോൾ ഒരു വാക്ക് ഞാൻ അവിടെ പറയട്ടെ. അതൊരു പരാജയത്തിൻ്റെ അവസാന അധ്യായമല്ല. വിജയം നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുമ്പോൾ, ജീവിതം തീർന്നു എന്ന് പറയാൻ, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ
നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന നേരത്താണ് ഈ ദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അല്ല, കർത്താവ് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. നിൻ്റെ ലൈഫിൽ ഇതൊരു അവസാനത്തെ വാക്കല്ല. യേശു കരയിൽ കാത്തു നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ വഴിയിൽ നമ്മളറിയാതെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ശുഭസൂചനയാണ്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: യേശു കരയിൽ നിന്നിരുന്നു, യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. കർത്താവാണെന്നറിയാത്ത രീതിയിൽ കർത്താവ് നമ്മുടെ ലൈഫിലുണ്ട്. ഇതാണ് സത്യം, പരമോന്നതമായ സത്യം ഇതാണ്. ഞാനാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാതെ അപരിചിത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ട് എന്ന് പറയുന്നത് ഇന്നും ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. കുറേ നാളുകൾക്ക് പുറകിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലെ ഒരു സിസ്റ്റർക്കൊരു സർജറിയാണ്. ആ സർജറി നടക്കുന്ന സമയത്ത് വെളുപ്പിനെ 3 മണിയോടടുത്താണ് അവരുടെ സർജറിയുടെ ടൈം സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം എനിക്കും അതൊരു ആകാംക്ഷയായി. കാരണം ഇത്രയും നേരത്തെ ഏർലി മോർണിംഗിലൊക്കെ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? അന്നേരം ഇവർ പറഞ്ഞു, പാസ്റ്റേ, ആ സമയത്ത് എൻ്റെ ക്രമീകരണങ്ങളെല്ലാം ആരംഭിക്കും. അത് കഴിഞ്ഞ് രാവിലെ ഒരു 5-5:30 ആകുമായിരിക്കാം കാര്യങ്ങൾ നടക്കാൻ. പക്ഷേ എന്നെ ആ സമയത്തേക്ക് എന്നെ അതിനുള്ള ക്രമീകരണങ്ങൾക്കായിട്ട് കൊണ്ടുപോകും. പക്ഷെ അതിനു മുമ്പ് പാസ്റ്ററെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് പോകാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം, സർജറി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരെ കാണാൻ ചെല്ലുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ദൈവദാസൻ ഏതായാലും ആ സമയത്ത് എൻ്റെ അടുക്കലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാനിത് വളരെ എക്സൈറ്റഡായിട്ടാണ് ഈ സംഗതി കേൾക്കുന്നത്. അവരെന്നോട് പറഞ്ഞൊരു വാക്കിതാണ്: പാസ്റ്ററിൻ്റെ അടുക്ക വന്നത് എനിക്ക് വലിയൊരു സമാധാനമായി, എൻ്റെ തലയെ കൈവച്ചത് എനിക്കൊരു അനുഗ്രഹമായി, ഞാൻ ധൈര്യത്തോടാണ് പോയിട്ട് മടങ്ങി വന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് അങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം പാസ്റ്ററോട് വരുന്നതും ആൻറ്റിയെ തൊടുന്നതും നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും ആൻറ്റിക്ക് അങ്ങനെ നേരിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായതായിട്ട് ആൻറ്റി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അവരേറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന, അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബലം അവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ മകൾ വിശ്വസിച്ചിരുന്ന എൻ്റെ രൂപത്തിൽ യേശു അവരുടെ അരികിൽ ചെന്നിരുന്നു എന്നതാണ് സത്യം. അപരിചിത രൂപത്തിൽ കർത്താവ് കടന്നു വരും. ഏറ്റവും നമ്മൾക്ക് വിശ്വാസമുള്ള വ്യക്തിയുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന് തൊട്ടരികത്ത് നിൽക്കും. അതിഥി സൽക്കാരം മറന്നു പോകരുത്. അതിനാൽ ചിലർ ദൈവദൂതന്മാരെയും അറിയാതെ ആദരിച്ചിട്ടുണ്ടല്ലോ. ഇത് പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ പറയുന്ന വാക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ ദൈവം നിങ്ങളെ നിറവ് നൽകി അനുഗ്രഹിക്കാനും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനും നിങ്ങളുടെ നാവിൽ വിളമ്പിത്തരാനും നിങ്ങളോട് സംസാരിക്കാനുമൊക്കെയായി പല രൂപഭാവങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും എന്നെ ആത്മീകമായിട്ട് വളർത്തിയ ചില മനുഷ്യർ അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആത്മീക രഹസ്യമുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇന്ന് കടന്നു വരുന്നത് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് നിൻ്റെ കൂടെ എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ യാത്രാവേളകളിലും ജീവിത നിരാശയുടെ സമയങ്ങളിലും വന്നിരിക്കുന്ന മനുഷ്യരെ നീ ഒരിക്കലും അവഗണിച്ചേക്കരുത്. അതിൽ പലപ്പോഴും ഒരു മനുഷ്യനെ പോലെ മോനെ നിൻ്റെ അരികിൽ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദൂതന്മാരായിരിക്കും. അവിടുന്ന് തന്നെ നിന്നെ സഹായിക്കാൻ കടന്നു വരുന്നതാകും. അത് സത്യമായ കാര്യമാണ്. ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. യേശുവിനെ ശിഷ്യന്മാർ അറിഞ്ഞില്ല, പക്ഷേ യേശു ആയിരുന്നു അവിടെ നിന്നത്. നമ്മുടെ വഴിയിൽ അവൻ കാത്തു നിൽക്കുന്നു. ഇന്ന് നിങ്ങൾ പോകുന്ന ജോലി മേഖലയിൽ, നിങ്ങൾ പോകുന്ന ഇൻ്റർവ്യൂവിൽ, നിങ്ങൾ പോകുന്ന മെഡിക്കൽ ചെക്കപ്പിൽ, നിങ്ങൾ പോകുന്ന ചില വിഷയങ്ങളുടെ പ്രോസസ്സിങ്ങിൽ കർത്താവ് നിങ്ങളുടെ വഴിയിൽ കാത്തു നിൽക്കുന്നു. നിങ്ങൾ ചെല്ലുമ്പോഴേക്കും എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളെ തേടി വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ.
ഇവിടെ നീ ആരാണ് എന്നൊന്നും യേശുവിനോട് ചോദിക്കേണ്ട ആവശ്യം അവിടെ ഉദിച്ചിരുന്നില്ല. അപ്പോൾ ചോദ്യങ്ങൾക്ക് മുൻപേ അവരുടെ ഹൃദയം പറഞ്ഞു, നിൽക്കുന്നത് കർത്താവാണ്. യോഹന്നാൻ അന്നേരം പറയുന്നുണ്ട്, അത് കർത്താവാണ്. അതാണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ചില കാര്യങ്ങൾ. പ്രവാചകന്മാരൊന്നും പറയണമെന്നില്ല, നമ്മുടെ മനസ്സിൽ ദൈവം നമ്മൾക്ക് ചില ബോധ്യങ്ങൾ തരും. ആ ബോധ്യങ്ങൾ ലോകത്ത് ഏത് പ്രോഫറ്റ് നമുക്ക് പറഞ്ഞു തരുന്ന ആത്മരഹസ്യങ്ങളെക്കാളും ശക്തമേറിയതായിരിക്കും. കാരണം ദൈവത്തിൻ്റെ നെഞ്ചും നമ്മുടെ നെഞ്ചും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. കർത്താവിൻ്റെ ചങ്കും നമ്മുടെ ചങ്കും തമ്മിൽ ഒട്ടിയിരിക്കുന്നതാണ്. അത് രണ്ടല്ല. ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹവും രണ്ടും രണ്ടല്ല. അത് തമ്മിൽ ക്ലബ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ അറിയാൻ പറ്റും, ഇവിടെ എന്തുണ്ടെങ്കിലും അവിടെ അറിയാൻ പറ്റും. ഈ നിലയിലുള്ള ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് ആ സ്നേഹബന്ധത്തിൻ്റെ അകത്ത് തന്നെ വരും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെന്ന് കതകിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ കതകിൻ്റെ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് നമ്മൾ വന്നു എന്ന് എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത് എനിക്കിന്നും ഒരു അത്ഭുതമാണ്. ആ അത്ഭുതമാണ് പലപ്പോഴും കോളിംഗ് ബെല്ലുകൾ കൂടാതെ കതക് തുറക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ, ആമേൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കതകിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു കോളിംഗ് ബെല്ല് കൂടാതെ കതക് തുറക്കാൻ അവരെ അവിടെ തയ്യാറാക്കി നിർത്തുന്നത് എന്താണോ അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. നമ്മുടെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയവും തമ്മിൽ ഇങ്ങനെയൊന്ന് ക്ലബ് ചെയ്യപ്പെട്ട ഒരവസ്ഥയുണ്ട്. ഒരു പാപത്തിനും അത് തകർക്കാൻ പറ്റില്ലെന്നുള്ളതാണ്. ഏത് തള്ളിപ്പറച്ചിലുകൾക്കും അതൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ഇവിടെയാണ് സാത്താൻ്റെ തോൽവി. ഈ പിശാച് എത്ര കണ്ട് കളിച്ചെന്ന് പറഞ്ഞാലും കർത്താവുമായുള്ള നമ്മുടെ ഈ ബന്ധത്തിൽ നിന്നൊന്നും ഒന്നിനും ഇനി നമ്മളെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അത്രമാത്രം യേശുവുമായി അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നവരാണ്. ശിഷ്യന്മാർ കടലിൽ നിന്നും കയറി വരുമ്പോൾ അവർക്ക് അപ്പവും മീനും യേശു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ദൈവിക ആലോചന ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എത്തുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യം ദൈവം അറിഞ്ഞ് പ്രവർത്തിക്കാൻ പോകുന്ന ദിവസമാണിത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വെച്ചേക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുകയും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് അനുഭവിക്കുകയും നിങ്ങളുടെ വിശപ്പ് അതിനാൽ തീരുകയും ചെയ്യുന്ന ദിവസമാണിത്. ഈ ഒരു ദൂതൊക്കെ എനിക്കിതിൽ കൂടുതൽ ശക്തിയോടെ പറയാൻ അറിയില്ല. നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. എനിക്ക് ഇന്ന് പകലുള്ള എൻ്റെ ആവശ്യത്തിനു മേൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ക്രമീകരണങ്ങളും കരുതലുകളും സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് എന്ന ധൈര്യമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. യേശു 3 വട്ടം തള്ളിപ്പറഞ്ഞ പീറ്ററിനോട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. 3 തവണ അദ്ദേഹത്തോട് യേശു ചോദിക്കുന്ന ചോദ്യം സ്നേഹമാണോ എന്ന് മാത്രമാണ്. നമ്മുടെ പരാജയങ്ങളുടെ എണ്ണത്തോളം തന്നെ അവൻ്റെ ക്ഷമയുമുണ്ട്. അത് മറന്നു പോകരുത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കണക്ക് തീർക്കാനല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ മായ്ക്കപ്പെടാതെ കിടക്കുന്ന കണക്കുകൾ അത് മായ്ച്ചു കളയാനാണ് പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിൻ്റെ കുറ്റബോധം അവസാനത്തെ വാക്കല്ല, യേശുവിൻ്റെ സ്നേഹമാണ് ഫൈനൽ വേഡ്. ഇന്ന് രാവിലെ ഏത് മഹാപാപത്തിൽ അകപ്പെട്ടവർക്കും കർത്താവിലേക്ക് ഓടി വരാൻ ഇതൊരു പ്രചോദനമാകട്ടെ. നിങ്ങൾക്ക് വന്നുപോയ വീഴ്ചകൾ നിങ്ങളുടെ കുറ്റബോധങ്ങളല്ല ഫൈനൽ വേഡ്, യേശുവിൻ്റെ സ്നേഹമാണ്. കുറ്റബോധങ്ങൾ കൊണ്ട് കുത്തുന്ന ഹൃദയം യേശുവിൻ്റെ മാറിലോട്ട് കർത്താവ് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ശാന്തതയുണ്ട്. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ആമേൻ. എന്നിട്ട് യേശു ശിഷ്യരോട് പറയുന്നു, ഇപ്പോൾ പിടിച്ച ചില മീനുകൾ കൊണ്ടുവരിക എന്ന്. എന്തിനാണ് ഈ മീൻ ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പവും മീനും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാരുടെ കയ്യിലെ മീൻ ഇനി എന്തിനാണ് യേശുവിന്? യേശുവിന് മീൻ വേണ്ടിയിട്ടാണ് യേശു ചോദിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ കയ്യിലെ സംഭാവനയൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. ദൈവത്തിന് നമ്മുടെ പണമോ പരിപാടിയോ ഒന്നും വേണ്ടിയിട്ടൊന്നും അല്ല ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും അദ്ദേഹത്തെ സ്വാധീനിക്കാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ പിടിച്ചത് എന്തായാലും കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് എത്ര ചെറുതാണേലും നമ്മുടെ കയ്യിലുള്ളത് യേശുവിന് വിലപ്പെട്ടതാണ്. ആമേൻ. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു കുഞ്ഞു മനോഭാവത്തിൻ്റെ നല്ല പ്രവൃത്തി യേശു അതിനെ ഒരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ചില ദിവസങ്ങളൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ തിരികെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിങ്ങനെ വരച്ച്
ഒരു പേപ്പറിലൊക്കെ ഐ ലവ് യു അച്ചാച്ച എന്നൊക്കെ പറഞ്ഞ് ഒരു പൂവൊക്കെ വരച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രമീകരിച്ചിട്ട് ഇങ്ങനെ മടക്കി ഒരു നല്ല നൂല് കൊണ്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒരു കവറിനകത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഞാൻ വന്ന് കയറിയാൽ ഉടനെ എൻ്റെ കയ്യിലത് കൊണ്ടു തരും. ഇത് അച്ചാച്ചനുള്ള ഗിഫ്റ്റാണ് എന്നും പറഞ്ഞ്. അപ്പോൾ നമ്മളത് തുറന്ന് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ വരയുടെ പെർഫെക്ഷൻ അല്ല അവിടുത്തെ വിഷയം. കൊച്ച് എത്ര നല്ലത് തരുന്നു എന്നുള്ളതല്ല, കുഞ്ഞിൻ്റെ ഹൃദയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമ്മുടെ ചങ്ക് നിറയ്ക്കും. നമ്മൾ എത്ര നല്ലത്, എത്ര ബെസ്റ്റ്, എത്ര കുറവില്ലാത്തത്, ഇതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. നെഞ്ചിൽ തട്ടിയത് എന്ത് കർത്താവിന് ഇന്ന് കൊടുക്കൂ എന്നുള്ളതാണ് ചോദ്യം. ഉള്ളിൽ തട്ടി യേശുവേന്ന് വിളിക്കുന്നതും യേശു 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 എന്ന് പറഞ്ഞ് ചുമ്മാ കിടന്ന് ഒച്ച വെക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഉള്ളിൽ തട്ടിയുള്ള വിളിക്ക് ഒരു മറുപുറമുണ്ട്. അത് ദൈവഹൃദയത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നും ദൈവത്തിൻ്റെ കൈകൾക്ക് നിങ്ങളെ വാരിപ്പുണരാനുള്ള പ്രേരണ ചെലുത്തുന്നു എന്നതുമാണ് അതിൻ്റെ കാരണം. യേശു നമ്മുടെ ജീവിതത്തിലെ ഈ രീതിയിലുള്ള ചില ഇടപെടലുകളെ ഇന്ന് രാവിലെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആമേൻ. നേരം പുലർന്നപ്പോൾ കർത്താവ് നദിയുടെ അല്ലെങ്കിൽ കടലിൻ്റെ തീരത്തുണ്ട്. ഒരു രാവിൻ്റെ മുഴുവൻ ശോകമൂകമായ പരാജയങ്ങൾക്ക് ശേഷം ഒരു പുലരിയിൽ യേശു കാത്തു നിന്നതുപോലെ കഴിഞ്ഞ രാത്രിക്ക് ശേഷം ഇന്ന് രാവിലെ ദൂത് കേൾക്കുന്ന നിങ്ങളെ തേടി യേശു വെയിറ്റ് ചെയ്യുകയാണ്. ഈ യേശു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. അതായത് അത് പലപ്പോഴും നമ്മളോട് യേശു ചോദിക്കുന്നത് നമ്മുടെ യോഗ്യതയെക്കുറിച്ചുള്ളതല്ല ആ ചോദ്യം, അവൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് യേശു ചോദിക്കുന്നത്. എൻ്റെ സ്നേഹം നിനക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു വികാരമാണ്. എൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. അത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സത്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കണമെങ്കിൽ എൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാൻ നിൻ്റെ പടക് നിറയ്ക്കുന്നതും തള്ളിപ്പറഞ്ഞ നിന്നെ തേടി ഞാൻ വരുന്നതും തള്ളിപ്പറഞ്ഞ നിന്നെ ഞാൻ എൻ്റെ സമൂഹത്തിലെ തലവനാക്കുന്നതും തള്ളിപ്പറഞ്ഞ നാവിലേക്ക് തന്നെ രുചികരമായ ആഹാരം ഞാൻ ഒരുക്കി വിളമ്പുന്നതും നിന്നെ നോക്കി ഞാൻ ഇപ്പോൾ നിൽക്കുന്നതുമെല്ലാം എന്തിൻ്റെ പേരിലാണ്? ഈ ലോകത്തൊരു മനുഷ്യൻ പോയാൽ വേറെ മനുഷ്യരില്ലേ? ഉണ്ടല്ലോ. ഒരാൾ പോയാൽ 10 പേര് വരത്തില്ലേ? വരുമല്ലോ. കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവനെ കിട്ടത്തില്ലേ? കിട്ടൂലോ. പിന്നെ എന്തിനാ കർത്താവേ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങളുടെയൊക്കെ പുറകെ ഇങ്ങനെ വരുന്നേ? അതിൻ്റെ കാരണമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. യേശു നമ്മളെ സ്നേഹിച്ചത് ഹൃദയം കൊണ്ടാണ്. യേശു നമ്മളെ സ്നേഹിച്ചത് വാക്കുകൊണ്ടല്ല. യേശു നമ്മളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. യേശു നമ്മളെ സ്നേഹിച്ചത് ഒരു ആവശ്യത്തിൻ്റെ പേരിലല്ല. യേശു നമ്മളെ സ്നേഹിച്ചത് ഒരു ആവേശത്തിൻ്റെ പേരിലല്ല. യേശു നമ്മളെ സ്നേഹിച്ചത് ആത്മാർത്ഥതയുടെ പേരിലാണ്. എന്താണ് ദൈവത്തിന് വേണ്ടത്? ദൈവത്തിന് വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളായി ഇപ്പോഴായിരിക്കുന്ന കോലത്തിൽ, രൂപത്തിൽ കർത്താവിനെടുക്കുകയാണ്. ഇന്നത്തെ ആവശ്യങ്ങളെ പ്രതി വേദനിക്കാതെ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ ശബ്ദം നിന്റെ കണ്ണു മുമ്പിൽ വരുമ്പോൾ, ഇത്രയും തീവ്രതയോടുകൂടെ നിങ്ങളെ ഉൾക്കൊള്ളാൻ മനസ്സ് വെച്ച് നിൽക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് അരികിൽ കിട്ടുമ്പോൾ, ആ കർത്താവിലേക്ക് ഹൃദയം വേരിറങ്ങപ്പെടാൻ തക്കവിധമുള്ള ഒരു വല്ലാത്ത ആത്മബന്ധം ഈ നിമിഷം നിങ്ങൾക്ക് യേശുവുമായിട്ടുണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, സ്തുതിക്കാനല്ല പറഞ്ഞത്, ബൈബിള് വായിക്കാനല്ല പറഞ്ഞത്, ഒരു തിരിച്ചറിവിലേക്ക് ചെല്ലുക എന്നത് മാത്രമാണ് പറഞ്ഞത്. കാരണം ഈ ലോകത്തെല്ലാവർക്കും യേശുവിനെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ
യേശുവിന് നിങ്ങളെ എങ്ങനെ അറിയാമെന്ന്, എന്നെ യേശുവിനെ എങ്ങനെ അറിയാമെന്നും എന്നെ യേശു എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും തിരിച്ചറിഞ്ഞവർ വളരെ 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 കുറവാണ്. വളരെ കുറച്ചു പേർക്കും മാത്രം അറിയാവുന്ന നമ്മളെക്കുറിച്ചുള്ള യേശുവിൻ്റെ ആ ധാരണകളെ തിരിച്ചറിഞ്ഞിട്ട് യേശുവിലേക്ക് ഹൃദയം ചേർത്ത് വെക്കുക എന്നതാണ് ഇന്നത്തെ ദൂത്. ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ. അപ്പോൾ സ്വസ്ഥതയോടും വലിയ സമാധാനത്തോടും ഇന്നത്തെ ഈ നിമിഷം നമുക്ക് യേശുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ഒരുപാട് സങ്കടങ്ങളും ഒത്തിരി മനോഭാരങ്ങളും ഒരുപാട് വേദനകളും എല്ലാം നിലനിൽക്കുന്ന ജീവിതത്തിൻ്റെ മുൻപിൽ എൻ്റെ ജീവിതവും എൻ്റെ മുന്നോട്ടുള്ള സമയവുമൊക്കെ എന്തായി തീരും കർത്താവേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുമായി പ്രിയപ്പെട്ട പലരും ഇട്ടിട്ട് പോയതിനാൽ ദുഃഖിച്ചും ചതിച്ചിട്ട് പോയതിനാൽ ഹൃദയം തകർന്നു ഇനി ഒരിക്കലും അവരൊന്നും തിരിച്ചു വരത്തില്ല എന്നുള്ള പല കാരണങ്ങളുടെ പേരിൽ പലരെ ഓർത്ത് മനസ്സ് നീറിയുമൊക്കെ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നവരുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു, ഇത് പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒക്കെ മാത്രമായിട്ട് കിട്ടിയൊരു അനുഭവമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഈ രാവിലത്തെ നേരം നിങ്ങളുടെ അരികിൽ എൻ്റെ കർത്താവായ യേശു ഒരു വാസ്തവമായ യാഥാർത്ഥ്യമായി വെളിപ്പെടുന്നു എന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ ഉള്ളംകൈയിലായിരിക്കും. കർത്താവ് ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെ എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കൂ. സന്തോഷത്തോടും സമാധാനത്തോടും ഇന്നത്തെ ദിവസം നമുക്ക് മുൻപോട്ടേക്ക് പോകാം. യേശു നമ്മുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ യേശു അപ്പച്ചാ, ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഒത്തിരി 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 സ്നേഹം അങ്ങയോട് ഞങ്ങൾക്ക്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ഉള്ളതിനാലെല്ലാം അനുഗ്രഹമാകും. എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാം, എൻ്റെ കൂടപ്പിറപ്പുകൾ. എന്നെപ്പോലെ അങ്ങ് ഇവരെയും സ്നേഹിക്കുന്നല്ലോ, ഞാനത് അറിയുന്നു. ഉയർത്തണമേ, എല്ലാം വാരിക്കോരി കൊടുക്കണമേ. അങ്ങിന്നും ഇവർക്ക് വിളമ്പി ഇവരുടെ നാവിൽ നല്ലത് വെച്ച് കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളി, ശനി, ഞായർ കോട്ടയത്ത് ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. വരണം. ഞായറാഴ്ച വൈകുന്നേരം എറണാകുളത്ത് കണ്ടേക്കാം. ഓക്കെ, 4 മണിക്കാവട്ടോ എറണാകുളത്ത് YMCA ഹാളിൽ, ചിറ്റൂർ റോഡ് YMCA ഹാളിൽ നമ്മുടെ കൂട്ടായ്മ നടക്കുന്നത്. കോട്ടയത്തെ ആരാധന ഇപ്പോൾ ഇച്ചിരി നേരത്തെയാണ്, രാവിലെ 8:30-ക്കാണ്. അപ്പോൾ എല്ലാവരും വരിക. ഈ ഫാസ്റ്റിംഗ് പ്രയർ രാവിലെ 10 മണി തൊട്ട്, ഈ വരുന്ന വെള്ളി, ശനി, ഞായറിലെ ഫാസ്റ്റിംഗ് പ്രയർ രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 2:30 വരെയാണ്. വൈകുന്നേരം മീറ്റിംഗ് ഇല്ല. അതുകൊണ്ട് എല്ലാവരും പോരെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.